ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ചന്ദ്രിക മാധവനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമി പൂജ ഇപ്പൊ വേണോ? നമുക്ക് മനോജിനല്ലേ പൈസ കൊടുക്കേണ്ടത്, അവനല്ലേ അത്യാവശ്യമെന്നൊക്കെ പറയുന്നു. ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് മാധവന് സങ്കടമാകുന്നുണ്ട്. പക്ഷെ മാധവൻ പറയുന്നുണ്ട് തന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ. പ്രകാശൻ അപ്പോൾ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് മാറി നിന്ന് സംസാരിക്കുന്നതെന്നൊക്കെ. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട്, കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്രിക പൂജാരിയോട് പറയുന്നുണ്ട് ഈ പൂജ നിർത്തിവെക്കണമെന്ന്. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, പൂജ തുടങ്ങിയിട്ട് പാതിയിൽ നിർത്തിവെക്കുന്നത് അത്ര നല്ല ശകുനമല്ലെന്നൊക്കെ. ചന്ദ്രിക പറയുന്നുണ്ട്, തൽക്കാലം വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ പണം മനോജിന് കൊടുക്കാൻ ചിന്തിക്കുകയാണെന്നൊക്കെ പറയുന്നു. ചന്ദ്രിക പറയുന്നത് കേൾക്കുമ്പോൾ മനോജിനും ഹരിതയ്ക്കും സന്തോഷമാകുന്നുണ്ട്. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം, പക്ഷെ ഭൂമി പൂജ ചെയ്തിട്ട് ഇത് തടസ്സം ചെയ്യുന്നത് നല്ലതല്ലെന്നൊക്കെ പറയുന്നു. പ്രകാശൻ അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, ഇത് ശരിയായ തീരുമാനമല്ല, മക്കളിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്, ഒരാൾക്ക് മാത്രം കൊടുക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറയുന്നു. എല്ലാവരെയും എന്തിനാണ്, ഇതിനു വേണ്ടിയാണോ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. മുത്തശ്ശി ചന്ദ്രികയോട് പറയുന്നുണ്ട്, നീ ആലോചിച്ചിട്ട് തന്നെയാണോ തീരുമാനം എടുത്തിരിക്കുന്നതെന്നൊക്കെ. സുചിത്ര ഹരിതയോട് ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് അഭിമാനമുള്ള കാര്യമാണോ എന്നൊക്കെ. ഹരിത അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും പൈസ കൊടുക്കുന്നതിൽ എനിക്ക് എന്താണ് കുഴപ്പമെന്നൊക്കെ പറയുന്നു. പ്രകാശൻ മൊത്തത്തിൽ ദേഷ്യത്തിലാവുകയാണ്. പ്രകാശൻ സുചിത്രയോട് മര്യാദയ്ക്ക് എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയും ഇവിടെ എല്ലാവരും നിന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ, എല്ലാവർക്കും തിരിച്ചു പോകാമെന്ന് പറയുന്നു. എല്ലാവരും പോയതിനു ശേഷം മാധവൻ ആ മണ്ണിലിരുന്നിട്ട് കരയുകയാണ്. മാധവൻ വീട് വെക്കുന്നതും ആ വീടിന്റെ പാലുകാച്ചിന് എല്ലാവരെയും കൂട്ടുന്നതും ഒക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിതയും മനോജിനിയുമാണ്. രണ്ടുപേരും സന്തോഷത്തോടെ വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് പ്രകാശൻ ചെല്ലുന്നുണ്ട്. പ്രകാശൻ ഹരിതയും മനോജിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒറ്റയ്ക്ക് പൈസ എല്ലാം വാങ്ങിയെടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹരിതയുടെ ബുദ്ധിയാണോ നിന്റെ അച്ഛന്റെ ബുദ്ധിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിതയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹരിത അപ്പോൾ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നു. മനോജും പ്രകാശും ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ട്. പ്രകാശൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, അമ്മ എന്തായാലും ചെയ്തത് പക്ഷാപാതമാണെന്നൊക്കെ. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഇപ്പോൾ പൈസയ്ക്ക് ഇവിടെ ആവശ്യമുള്ളത് വന്ദനയ്ക്കും മനോജിനുമാണ്, ബാക്കി എല്ലാവരും സേഫ് ആണെന്നൊക്കെ പറയുന്നു. വന്ദനയെക്കാട്ടിലും ഇപ്പോൾ ആവശ്യം മനോജിനാണ്. മനോജിനൊരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. മാത്രമല്ല അവന്റെ ബിസിനസ് നന്നായിട്ട് വരുമ്പോൾ ആ പൈസയെല്ലാം തിരിച്ചു തരും, അപ്പോൾ നിന്റെ തെറ്റിദ്ധാരണയെല്ലാം മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവിടെ നിന്നും പോകുന്നുണ്ട്. പ്രകാശൻ ഇപ്പോൾ മനോജിനോട് പറയുന്നുണ്ട്, നീ ജയിച്ചെന്നൊന്നും കരുതണ്ടെന്നൊക്കെ, നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ പോകുന്നുണ്ട്. പ്രകാശൻ പോയി കഴിഞ്ഞിട്ട് മനോജ് സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നെ കുറിച്ച് നിങ്ങൾക്കറിയില്ല, ഞാനും കാണിച്ചു തരാമെന്നൊക്കെ പറയാണ്. വിഷമിച്ചിരിക്കുന്ന ഹരിതയുടെ അടുത്തേക്ക് ആഹാരവുമായിട്ട് ചന്ദ്രിക ചെല്ലുന്നുണ്ട്. ചന്ദ്രിക ആഹാരം കഴിക്കാനെന്ന് പറയുന്നു. ഹരിത അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എന്റെ ഭർത്താവ് ജോലിക്കൊന്നും പോകാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും കഴിക്കുന്നതെന്നും ഒക്കെ പറയാണ്. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് അവൻ ബിസിനസ് തുടങ്ങും, പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നൊക്കെ പറയുന്നു. ചന്ദ്രിക ഹരിതയെ സമാധാനിപ്പിച്ചിട്ട് ആഹാരമൊക്കെ വാരി കൊടുക്കുകയാണ്. ആ സമയത്ത് സുചിത്രയും അവിടേക്ക് വരുന്നുണ്ട്. സുചിത്രയും പറയുന്നുണ്ട്, നന്നായിട്ട് കഴിക്കണം, ഞാൻ സൂപ്പൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നു. പ്രകാശന്റെ അടുത്തേക്ക് സുചിത്ര ചെല്ലുന്നുണ്ട്. സുചിത്രയോട് പ്രകാശൻ ദേഷ്യപ്പെടുകയാണ്, നീ എന്താണ് ഭയങ്കര പ്രിയപ്പെട്ട മരുമകളായിട്ട് പോലും അമ്മയെ സോപ്പിട്ട് പൈസ വാങ്ങാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. ഹരിതയുടെ ബുദ്ധി നിനക്കില്ലാതായി പോയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. സുചിത്ര എപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു വീട്ടുജോലിക്കാരിയുടെ മകളാണെന്ന്, ഞാൻ അച്ഛനെ അമ്മയെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല, അങ്ങനെ എനിക്കൊന്നും വേണ്ടെന്നും പറയുന്നുണ്ട്. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നീ പാഠം പഠിക്കേണ്ടി വരുമെന്നൊക്കെ. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ പാഠം പഠിക്കേണ്ടി വന്നാൽ ഞാൻ പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്ര അവിടെ നിന്നും പോകുന്നുണ്ട്. സുചിത്ര പോയതിനു ശേഷം പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ്, പാവപ്പെട്ട പെണ്ണാണെന്ന് കരുതി കൂടെ കൂട്ടിയതാണ്, ഇവൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കത്തില്ലല്ലോ എന്നൊക്കെ സ്വയം പറയാണ്. ശേഷം കാണിക്കുന്നത് റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മാധവനെയാണ്. മാധവൻ പുതിയ വീടിന്റെ പാൽക്കാച്ചൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്.
ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.